ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഫിറോസ് ദാദു. എല്ലാ കൂട്ടുകാർക്കും ഐഫോൺ വേൾഡിലേക്കും ഫിറോസ് ദാദു മൊബൈൽ ടിപ്സിലേക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ആൻഡ്രോയിഡിലും ഐഫോണിലും വർക്ക് ചെയ്യുന്ന ഒരു ഓഫ്ലൈൻ മാപ്പ് ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നെറ്റിൻ്റെ സഹായമില്ലാതെ നിങ്ങൾക്ക് എവിടേക്കാണോ പോകേണ്ടത് അവിടെയെല്ലാം നിങ്ങൾക്ക് റൂട്ട് പറഞ്ഞു തന്ന് നിങ്ങൾക്ക് എത്തിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. എല്ലാവർക്കും അറിയാവുന്ന ആപ്പാണ് ഗൂഗിൾ മാപ്സ്. ഈ ഗൂഗിൾ മാപ്സ് നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് വർക്ക് ചെയ്യുകയുള്ളൂ. അതിന് പകരമായിട്ടാണ് ഈ ഒരു ആപ്പ് പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരത്തേക്ക് നമുക്ക് നെറ്റിൻ്റെ സഹായമുണ്ട്. പിന്നെ നിങ്ങൾക്ക് നെറ്റ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അതിനൊന്ന് 3 ലൈനിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇടതുവശത്ത് കാണുന്ന അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ കാണാൻ കഴിയും 4ാമത്തെ ഓപ്ഷനായ ഡൗൺലോഡ് മാപ്പ് എന്നുള്ള ഭാഗം. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യത്തെ മാപ്പ് നിങ്ങൾക്ക് ആദ്യം ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ഞാനിപ്പോൾ കുവൈത്തും സൗദി അറേബ്യയും ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഡൗൺലോഡ് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾ ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഏഷ്യയിലായതുകൊണ്ട് എല്ലാവരും ഏഷ്യയിലായതുകൊണ്ട് ഏഷ്യയിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ ഓൾറെഡി കുവൈത്ത് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒമാനൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഡൗൺലോഡ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതുപോലെ ടിക്ക് മാർക്ക് വരും. സൗദി അറേബ്യ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. എന്നതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത് ഈ വേറെ ടു എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഷറഫിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇവിടുന്ന് ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഷറഫിയ മിനി മാർക്കറ്റ് എന്നിങ്ങനെ സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിപ്പം മാപ്പ് റെഡി ആയിട്ടുണ്ട്. എന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും 35 കിലോമീറ്ററാണ് ഇവിടുന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഷറഫിയയിലേക്ക്. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെറ്റിൻ്റെ സഹായമില്ലാതെയാണ്, അത് പ്രത്യേകം ഓർക്കുക. ഞാനിപ്പോൾ ഓൾറെഡി നെറ്റ് ഓണാണ് എങ്കിലും ഞാൻ ഓഫ്ലൈനിൽ ആക്കുന്നത് എങ്ങനെയൊന്ന് കാണിക്കാം. അതിന് മുമ്പായിട്ട് ഓഫ്ലൈൻ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ആപ്പ് ഓഫ്ലൈൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ടുണ്ട്. ആപ്പ് ഓഫ്ലൈൻ, നെറ്റ് ഓഫ് ചെയ്താലും ഇല്ലെങ്കിലും ഇതിപ്പോൾ ഓഫ്ലൈനിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്നതിന് ശേഷം നിങ്ങൾക്ക് പോകേണ്ട സ്ഥലം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഷർഫിയ തന്നെ ഒന്നുകൂടി സെലക്ട് ചെയ്യാം. ഈ കാറിൻ്റെ ചിഹ്നത്തിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ മാപ്പ് റെഡി ആയിട്ടുണ്ട്. എന്നതിന് ശേഷം സ്റ്റാർട്ട് എന്നുള്ള ഈ ഭാഗത്ത് കാറിൻ്റെ ചിഹ്നത്തിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഈ മാപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമുക്ക് ഞാൻ വണ്ടിയിലല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗണ്ടിലൂടെ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതാണ്. ഓരോ വഴികളും നമ്മൾക്ക് തിരിയേണ്ടതും ഒക്കെ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതാണ്. എനിക്ക് പോകേണ്ട റൂട്ടാണ് ഈ കാണുന്നത്. ഓക്കെ, ഇത്രയും ദൂരമുണ്ട് എനിക്ക് ഷർഫിയയിലേക്ക്. ഇതിലേക്ക് നെറ്റിൻ്റെ സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് അവിടെ എത്താൻ കഴിയും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. നിങ്ങൾ ഏത് രാജ്യമാണോ ആ രാജ്യത്തിൻ്റെ മാപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നു. ഇത്ര ചെയ്യേണ്ടതുള്ള കൂട്ടുകാരെ നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.